കണ്ണൂരിനെക്കുറിച്ച് കേൾക്കുമ്പോൾ പലപ്പോഴും ഭയമുണ്ടാക്കുന്ന വാർത്തകളാണ് ഓർമ്മയിലുണ്ടാവുക. കണ്ണൂരിലെ രാഷ്ട്രീയവും പാർട്ടി ഗ്രാമങ്ങളുമൊക്കെ എന്നും ചർച്ചയാകാറുമുണ്ട്. എന്തു വന്നാലും തങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയുടെ കൊടി ഉയർത്തിപ്പിടിക്കാനും പാർട്ടിക്കായി പോരാടാനും ഇഷ്ടപ്പെടുന്നവരാണ് കണ്ണൂരുകാർ എന്നാണ് പൊതുവെ പറയാറ്. ബോംബുകളുടെയും വടിവാളുകളുടെയും ചോരമണക്കുന്ന കഥകളും വാർത്തകളും ഉണ്ടാകുന്നതും അങ്ങനെയാണ്. എന്നാൽ എല്ലായ്പ്പോഴും കാര്യങ്ങൾ അങ്ങനെയല്ല. കൊടിയുടെ നിറഭേദങ്ങളില്ലാതെ എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് കൈകോർക്കുന്ന സന്ദർഭങ്ങളുമുണ്ട്. കതിരൂർ ഡയമണ്ട് മുക്കിലെ സവിതയുടെ ജീവിതം അത്തരം ഒരു ഒത്തൊരുമയ്ക്ക് ഉദാഹരണമാണ്. രാഷ്ട്രീയ അക്രമങ്ങളുടെയും ബോംബുകളുടെയും ചോര പുരണ്ട കഥകൾ മാത്രമല്ല, മനുഷ്യസ്നേഹത്തിന്റെ നീരുറവയുമുണ്ടെന്ന് തെളിയിക്കുകയാണ് ഡയമണ്ട് മുക്കിലെ സവിതയുടെ ജീവിതം. സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടായിരുന്നില്ല സവിതയ്ക്ക്. എന്നാൽ ഇന്ന് മക്കളും പ്രായമായ അമ്മയും അടങ്ങുന്ന സവിതയുടെ കുടുംബത്തിന് വീടെന്ന സുരക്ഷിതത്വം നൽകാൻ കഴിഞ്ഞത് സ്നേഹത്തിന്റെ മാത്രം ഫലമാണ്. ഒറ്റമുറി ഷെഡായിരുന്നു സവിതയുടേത്. CPM-ഉം BJP-യും ലീഗും കോൺഗ്രസും ഒക്കെ പാർട്ടിക്ക് അതീതമായി ഒരുമിച്ച് ചേർന്നാണ് സവിതയ്ക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. BJP, മുസ്ലിം ലീഗും എല്ലാവരും ഇതൊരു നല്ലൊരു ഇതായിട്ട് സവിതേച്ച് കാണുന്നുണ്ടല്ലേ. 7 വർഷം മുമ്പാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ സവിതയുടെ ഭർത്താവ് പ്രദീപന്റെ മരണം. ജീവിതത്തിലെ തിരിച്ചടിയിൽ 2 ചെറിയ മക്കളോടൊപ്പം എന്തു ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടിയെങ്കിലും തളർന്നിരിക്കാൻ തയ്യാറായിരുന്നില്ല സവിത. ചെറിയ ജോലികൾ ചെയ്ത് കുടുംബം പുലർത്തി. സ്വന്തമായി വീടെന്ന സ്വപ്നം ഉള്ളിലുണ്ടായെങ്കിലും എങ്ങനെയെന്നത് ചോദ്യമായിരുന്നു. അങ്ങനെയാണ് ഭർത്താവിന്റെ സ്ഥലത്ത് നാട്ടുകാർ പാർട്ടി നോക്കാതെ ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് വീട് നിർമ്മിച്ചു നൽകിയത്. ആദ്യം ഇങ്ങനെ ഒരു വീട് വേണമെന്ന് സവിതേച്ച് ആരോടാ പറഞ്ഞേ? ഷാജി എന്ന് പറയുന്നത് സ്ഥലം നേരത്തെ എവിടെ ഉണ്ടായിരുന്നു? ആ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു വീട് എടുക്കും. പിന്നെ ഈ റൂമെല്ലാം ചെറിയ രൂപത്തിൽ അധികം മണ്ണല്ലാണ്ട് ചെങ്ങനെ സീറ്റിട്ടിട്ട് ഭർത്താവ്. ജനകീയ കമ്മിറ്റി ഉണ്ടാക്കുകയും തുടർന്ന് നിരവധി പേരുടെ സഹായവും എത്തി. പ്രദേശത്തെ BJP പ്രവർത്തകർ വീടിന്റെ കോൺക്രീറ്റ് പണി ഏറ്റെടുത്തു. CPM നിയന്ത്രണത്തിലുള്ള കൃഷ്ണപിള്ള സാംസ്കാരിക കേന്ദ്രം തറയിൽ വിരിക്കാനുള്ള ടൈൽ സ്പോൺസർ ചെയ്തു. നാട്ടുകാരനായ VP സമദ് ചുമര് തേക്കാനുള്ള പണം നൽകി. ഇലക്ട്രിക്കൽ വയർമാൻ അസോസിയേഷൻ സൗജന്യമായി വയറിങ്ങും പ്ലംബിങ്ങും ചെയ്തു നൽകി. കോൺഗ്രസുകാരും ലീഗുകാരും സഹായങ്ങൾ ചെയ്തു. കതിരൂർ സർവീസ് സഹകരണ ബാങ്കും KSEB-യും തങ്ങൾക്കാവുന്ന വിധമുള്ള സഹകരണങ്ങൾ ചെയ്തു. ഇതോടെ 8 മാസം കൊണ്ട് 8 ലക്ഷം രൂപ ചിലവിൽ 2 ബെഡ്റൂമും അടുക്കളയും സെൻട്രൽ ഹാളും എല്ലാമുള്ള കോൺക്രീറ്റ് വീടൊരുങ്ങി. തന്റെ ഭർത്താവിന്റെ ഓർമ്മയ്ക്കായി പ്രദീപ് നിവാസ് എന്നാണ് സവിത വീടിന് പേരിട്ടത്. ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗംഭീരമായ സദ്യയൊക്കെയായി ഉത്സവാന്തരീക്ഷത്തിലാണ് നാട്ടുകാരും പാർട്ടിക്കാരും ചേർന്ന് സവിതയുടെ ഗൃഹപ്രവേശനം നടത്തിയത്. സമകാലിക മലയാളം, കണ്ണൂർ.